Assalamu Alaikum. Hello dear students. So in the last class we have discussed about the saturated solution and supersaturated solution. Okay. Saturated solution കുറിച്ചും supersaturated solution കുറിച്ചും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു സോൾവെൻറ്റിൽ എന്താണ് ലയിച്ച് ചേരുന്ന മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വാട്ടർ എടുക്കുന്നു, വാട്ടർ എടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു, സോൾട്ട് സൊല്യൂഷൻ അല്ലേ. സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമുക്കറിയാം അതിൽ ഒരു അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് മാക്സിമം ആ ഒരു ഡിസോൾവ് ആവുന്ന ആ ഒരു ലെവലുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്താൽ അത് എന്ത് ചെയ്തില്ല, അത് ഡിസോൾവ് ആവത്തില്ല. അപ്പോൾ അത് മാക്സിമം അതിനകത്ത് ഡിസോൾവ് ആവുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിനി എന്താണ് നമ്മൾ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു, സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി എന്ന് വെച്ചാൽ ഇനി കുറച്ചും കൂടെ എമൗണ്ട് സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ കുറച്ച് അതിന് ഹീറ്റ് ചെയ്യുന്നു, നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി? ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ സോലുബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സോൾട്ട് നമുക്ക് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാലും അതിന് ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ a solution which contains more amount of the solute than it is required to saturate it is known as a supersaturated solution. Supersaturated എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു മിനിമം എമൗണ്ട് ഉണ്ട്, സാച്ചുറേറ്റഡ് ആവുന്നൊരു എമൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് കൂടുതൽ എന്താണ് സോൾട്ട്, ഇപ്പോൾ സോൾട്ടാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ സോൾട്ടോ ഷുഗറോ ഒക്കെ നമ്മളിങ്ങനെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ആ ഒരു മിനിമം ലെവൽ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും എന്ത് ചെയ്യും, പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സോൾട്ട് ആണെങ്കിൽ സോൾട്ട്, പിന്നെന്താണ് ഇതാണെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഷുഗർ, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതെന്തായിട്ട് മാറുന്നു, അത് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയാം. അതിൻ്റെ ആ ഒരു മിനിമം ലെവലിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ അതിലേക്ക് എന്താണ് നമ്മൾ അതിൻ്റെ ആ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. സോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, സാച്ചുറേറ്റഡ് എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ സൂപ്പർ സാച്ചുറേറ്റഡ് സച്ച് സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ സൊല്യൂട്ട് ദാൻ ഇറ്റ്സ് റിക്വയർഡ് ടു സാച്ചുറേറ്റ്. സാച്ചുറേറ്റ് ചെയ്യുന്ന ലെവലിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മൾ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ്, അപ്പോൾ അത് മനസ്സിലായല്ലോ. പിന്നെ ഓരോന്നിനും ഓരോ എന്താണ് സോലബിലിറ്റീസ് ഉണ്ട്, അതിൻ്റെ ആ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോലബിലിറ്റി. സോലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ഡിസോൾവ് ആവുന്നതിനാണ് നമ്മൾ സോലബിൾ ആവുക എന്ന് പറയുന്നത് അല്ലേ. ആ ഡിസോൾവ് ആവുമല്ലോ, അതിനകത്ത് ആ ലയിച്ച് ചേരുമല്ലോ, അതിനെയാണ് അതിനെ സോലബിൾ അല്ലെങ്കിൽ സോലബിലിറ്റി, ആ ഒരു പ്രോസസ്സിനെയാണ് സോലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോലബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോലബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്ട് നേച്ചർ ഓഫ് ദ സൊല്യൂട്ടിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. മനസ്സിലായോ? നേച്ചറിൻ്റെ ഏതാണ് അതിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ ആ ഒരു നേച്ചർ എന്താണ്, നമ്മൾ ഏത് സൊല്യൂട്ട്, ഇപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് സോൾവെൻറ്റ് ഏതാണ്, വാട്ടർ ഈസ് ദ സോൾവെൻറ്റ് ദെയർ. ആൻഡ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, ചെറിയ എമൗണ്ടിലുള്ള സോൾട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റ് സൊല്യൂഷൻ എന്നുള്ളൊരു ടേമൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സോലബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഡിസോൾവ് ആവുന്നതിൻ്റെ ആ ഒരു എമൗണ്ടാണ് സോലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എന്താണ് ആ സോലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ, ടു ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ് ദ സോലബിലിറ്റി. സോലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് അതിൻ്റെ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, നമ്മൾ ഏത് സൊല്യൂട്ടാണോ അതിനകത്ത് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. രണ്ട് ഫാക്ടേഴ്സ് അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ അഫക്റ്റ് ചെയ്യുന്നു. വാട്ട് ആർ ദ ടു ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ സോലബിലിറ്റി അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. നേച്ചർ ഓഫ് ദ സൊല്യൂട്ടും ടെമ്പറേച്ചറും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ സോലബിലിറ്റി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം സോലബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 ഗ്രാമിന് എന്താണ് 100 ഗ്രാം നമ്മൾ എടുക്കുന്നു. 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ എത്ര സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ വേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി എത്ര എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഷുഗർ എടുക്കുന്നു, ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് എത്ര എമൗണ്ട്, ഒരു 100 ഗ്രാം വാട്ടർ അല്ലെങ്കിൽ ഷുഗർ ഇതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ഷുഗർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്
എന്നുള്ളതാണ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. സോലുബിൾ ആവുന്ന അതിൻ്റെ ഒരു എമൗണ്ട് ആണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സോഡിയം ക്ലോറൈഡിൻ്റെ സോലുബിലിറ്റി 100 ഗ്രാമിലാണ് പറയുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് 36.1 ആണ്. നിങ്ങൾ ടേബിളുണ്ട്, ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ പൊട്ടാസ്യം നൈട്രേറ്റ് ഇറ്റ്സ് 48. ദ സോലുബിലിറ്റി ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ഈസ് 48. And potassium chloride is 37.2, copper sulfate 37.8, sodium nitrate 87.6, then calcium chloride 100, calcium sulfate 0.264 and ammonium chloride 41.4. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ ടേംസ് മനസ്സിലാക്കുക. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദെൻ സൂപ്പർ സാച്ചുറേറ്റഡ്, then solubility. അപ്പോൾ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനകത്ത് ഒരു സൊല്യൂഷനിൽ എന്താണ് ഡിസോൾവ് ആവുന്ന ആ ഒരു മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരളവാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം അതിനകത്ത് ഡിസോൾവ് ആവാൻ പറ്റുമോ, അത് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് ആണ്. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പം അതിനൊരു മിനിമം എമൗണ്ട് ഉണ്ട്, ആ ഒരു ലെവലാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളിലും കൂടുതൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്, അതാണ് സൂപ്പർ സാച്ചുറേറ്റഡ്. സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എമൗണ്ട്, ഇപ്പം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, അതിനകത്ത് ആ ഡിസോൾവ് ആവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എമൗണ്ട് സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന്, അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം ഡിസോൾവ് ആവും എന്നുള്ള ആ ഒരു എമൗണ്ടാണ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ഷുഗറാണ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് സാച്ചുറേറ്റഡ് ആവാൻ നമ്മൾ എത്രത്തോളം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു, ആ ഒരു എമൗണ്ടാണ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, so saturated solution, super saturated solution and then solubility. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് solubility of different salt is given in your textbook. There is a table 12.2 12.2 നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ സോലിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, ഗ്രാഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഗ്രാഫ് മീൻസ് വരയ്ക്കുന്നില്ല, അപ്പോൾ ടെക്സ്റ്റിനകത്ത് ആ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് ഒന്ന് നോക്കേ. സോ വിച്ച് സബ്സ്റ്റൻസ് ഷോസ് ദ മാക്സിമം ഇൻക്രീസിങ് ദ സോലിബിലിറ്റി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുമ്പം ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി കാണിക്കുന്നത് ആ ഗ്രാഫിൽ നോക്കുക. ഓക്കെ, ഗ്രാഫിൽ നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി കാണിക്കുന്ന ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ്. ഓക്കെ, സോ പൊട്ടാസ്യം നൈട്രേറ്റ് ഷോസ് ദ മാക്സിമം സോലിബിലിറ്റി. ഓക്കെ, ആ ഒരു മാക്സിമം സോലിബിലിറ്റി കാണിക്കുന്നത് ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് മാക്സിമം സോലിബിലിറ്റിയിൽ കാണിക്കുന്നത്. ദെൻ which salt have the same solubility as the temperature of the 40 degree. അപ്പോൾ 40 ഡിഗ്രിയുടെ ആ ഒരു അളവ് നോക്കുമ്പോൾ 40 ഡിഗ്രി തന്നെ വരുന്നത് ഏതാണ്? പിന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആ ഒരു ലെവലിൽ വരുന്നുണ്ട്. ആ ഗ്രാഫ് നിങ്ങൾ നോക്കുക, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഗ്രാഫ് നോക്കി ആൻസേഴ്സ് എഴുതാൻ അറിയാമല്ലോ. അപ്പോൾ ഗ്രാഫ് നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഗ്രോയിങ് ക്രിസ്റ്റൽ. അനദർ ഫാക്ടർ ഇസ് ദ ഗ്രോയിങ് ക്രിസ്റ്റൽ. ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്. ദർ ഇസ് എ ടേം ഗ്രോയിങ് ക്രിസ്റ്റൽ. അപ്പോൾ എന്താണ് ഗ്രോവിങ് ക്രിസ്റ്റൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഗ്രോവിങ് ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രോവിങ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ? ഗ്രോവിങ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ, സോ ദർ ഈസ് എൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദാറ്റ് ഈസ് what is the amount of copper sulfate needed to prepare 100 gram of saturated solution at 30 degree Celsius. അതായത് 30 degree Celsiusൽ എന്താണ് നമ്മൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ അതിൻ്റെ ആ ഒരു എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് നീഡഡ് ടു പ്രിപ്പയർ? അതായത് 100 ഗ്രാം കോപ്പർ സൾഫേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിയിൽ അതിൻ്റെ ആ ഒരു സോലുബിലിറ്റി എത്രയാണ്? ആ ടേബിൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. യു ഹാവ് ടു ചെക്ക് ദാറ്റ് ടേബിൾ. സോ ഇൻ ദ ടേബിൾ യു ക്യാൻ സീ ദാറ്റ് ദ സോലുബിലിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് 37.8. അതായത് കോപ്പർ സൾഫേറ്റിൻ്റെ സോലുബിലിറ്റി ടേബിൾ 12.2 ഇൻ ടേബിൾ 12.2 കോപ്പർ സൾഫേറ്റ്. The solubility of copper sulfate is 37.8. ഓക്കെ, കോപ്പർ സൾഫേറ്റിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 37.8 ആണ് the solubility of copper sulfate. Okay, and the experiment is that prepare 25 ml of saturated solution of copper sulfate. അതായത് 25 ml saturated solution of copper sulfate ആണ്. ഓക്കെ, 25 ml of saturated solution of കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു 25 ml സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഹീറ്റ് ദിസ് സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് അവർ എക്സ്പെരിമെൻറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക്
25 ml of saturated solution of copper sulfate. Copper sulfate inde 25 ml saturated solution എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് ഹീറ്റ് ചെയ്യുക. Okay, heat the solution and prepare a super saturated solution by adding more amount of solute. അതായത് ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഹീറ്റ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അതിലേക്ക് കുറച്ചും കൂടെ സൊല്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആഡ് മോർ സൊല്യൂട്ട് ടു ഇറ്റ്. നമ്മൾ കുറച്ചും കൂടെ സൊല്യൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ സൊല്യൂട്ട് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. ഓക്കെ, സൂപ്പർ സാച്ചുറേറ്റഡ്. It becomes super saturated. So when we add more amount of solute to this saturated solution, it becomes the super saturated solution. അതായത് കൂടുതൽ നമ്മൾ സൊല്യൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ബിക്കംസ് ദ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ദെൻ കൂൾ ദ സൊല്യൂഷൻ ഗ്രാഡ്വലി ടു നോർമൽ ടെമ്പറേച്ചർ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ So what is our experiment? In our experiment, in a beaker we take 25 ml of copper sulfate solution. 25 ml copper sulfate solution എടുത്തു. So what is the next step? 25 ml copper sulfate solution എടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്താ? കോപ്പർ സൾഫേറ്റ് ആണ് ഇതിനകത്തുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കൂടുതൽ എമൗണ്ട് സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെന്താക്കി മാറ്റുന്നു? സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കി മാറ്റുന്നു. സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ കൂൾ ചെയ്യുന്നു. ഓക്കെ, കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലേക്ക് നമ്മൾ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ എടുക്കാം. ഓക്കെ, കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇതൊരു കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇന്ന് ചെറിയ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ ആയിരിക്കണം, സ്മോൾ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ ആയിരിക്കണം എടുക്കേണ്ടത്. എടുത്തിട്ട് ഇത് എന്ത് ചെയ്യുന്നു? നമ്മളിതിലേക്ക് മേക്ക് ഷുവർ സെലക്ട് സ്മോൾ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ്. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ്? അപ്പോൾ എന്ത് ചേഞ്ച് ആണ് അതിൽ വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആഫ്റ്റർ സം ടൈം, ഒബ്സർവ് ആഫ്റ്റർ എ ഡേ, ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ചേഞ്ച് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തത് സ്മോൾ എമൗണ്ട് ക്രിസ്റ്റൽ അല്ലേ, ഇതെന്തായിട്ട് മാറും? ഇത് കുറച്ചും കൂടെ വലിയൊരു സൈസായിട്ട് മാറും. ഇവിടെ നമ്മളെടുത്ത ആ ഒരു സ്മോൾ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ബിക്കംസ് ദ ബിഗ് സൈസ്. ഈ സ്മോൾ എമൗണ്ട് ക്രിസ്റ്റൽ എന്തായിട്ട് മാറും? കുറച്ചും കൂടെ വലിപ്പം വെച്ചിട്ട് അത് ബിഗ് സൈസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സോ വെൻ എ സൊല്യൂട്ട് ക്രിസ്റ്റൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതായത് ദിസ് ഇസ് എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. നമ്മൾ മോർ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ഇതിനെ കൂൾ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് ഡിപ്പ് എ ക്രിസ്റ്റൽ ഓഫ് കോപ്പർ സൾഫേറ്റ്. ഇതിൻ്റെ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ നമ്മളിതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നമ്മൾ സ്മോൾ വി ടേക്ക് ദ സ്മോൾ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റിൻ്റെ സ്മോൾ ക്രിസ്റ്റൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് ആഫ്റ്റർ എ ഡേ ഓർ ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ബിക്കം ബിഗ് അല്ലേ, അതെന്തായിട്ട് മാറുന്നു? അത് വളരെ വലുതായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് വെൻ എ സൊല്യൂട്ട് ക്രിസ്റ്റൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദ എക്സസ് ഓഫ് ദ സൊല്യൂട്ട് ക്രിസ്റ്റലൈസസ് ആസ് സ്മോൾ ക്രിസ്റ്റൽസ്. അതായത് ഈ കോപ്പർ സൾഫേറ്റിനകത്തും ഇതിൻ്റെ എന്താ ഉണ്ട്? കോപ്പർ സൾഫേറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തത്, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലാണ് ഇതിലേക്ക് എന്ത് ചെയ്ത് ഹാങ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിനകത്തും എന്തോ ഉണ്ട്? ഇതിൻ്റെ സ്മോൾ കോപ്പർ സൾഫേറ്റുകളുണ്ട്. അപ്പോൾ ഈ എന്ത് ചെയ്യുന്നു? ഇപ്പം നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്തും എന്തുണ്ട്? സ്മോൾ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്മോൾ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ക്രിസ്റ്റലായിട്ടുള്ള കോപ്പർ സൾഫേറ്റിലേക്ക് ചെന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ സ്മോൾ കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറിയത്? ബിഗ് ആയിട്ട് മാറിയത്. സോ ദാറ്റ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രോയിങ് ക്രിസ്റ്റൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. വെൻ എ സൊല്യൂട്ട് ക്രിസ്റ്റൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദ എക്സസ് ഓഫ് ദ സൊല്യൂട്ട് ക്രിസ്റ്റലൈസസ് ആസ് സ്മോൾ ക്രിസ്റ്റൽസ്. ദിസ് ക്രിസ്റ്റൽസ് ക്യാൻ ബി ഗ്രോ ആസ് വെൽ. അതായത് ഇതിൽ നിന്നുള്ള കോപ്പർ സൾഫേറ്റും കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്രിസ്റ്റലിലേക്ക് പോയി സ്റ്റിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രോയിങ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആണ് ഇതിലേക്ക് ഹാങ് ചെയ്തിട്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കോപ്പർ സൾഫേറ്റിൻ്റെ സ്മോൾ ക്രിസ്റ്റൽസ് എന്തായിട്ട് മാറുന്നു? വളരെ കുറച്ചും കൂടെ അതിൻ്റെ സൈസ് കൂടി വരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ദ എക്സസ് ഓഫ് ദ സൊല്യൂട്ട്. ഈ സൊല്യൂട്ടിലുള്ള എന്താണ്?
ഈ സൊല്യൂട്ടിലുള്ള കോപ്പർ സൾഫേറ്റും കൂടെ ഇതിലേക്ക് ചെന്ന് എന്ത് ചെയ്യുന്നു, അതിൽ സ്റ്റിക്ക് ചെയ്തിരുന്നിട്ട് അത് കുറച്ചും കൂടെ എന്തായിട്ട് മാറുന്നു, ബിഗ് സൈസിലായിട്ട് മാറുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഗ്രോവിങ് ക്രിസ്റ്റൽസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഗ്രോവിങ് ക്രിസ്റ്റൽസ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നു, ആദ്യം വളരെ ചെറിയൊരു സൈസായിരുന്നു, പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അത് വളരെ വലുതായിട്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതാണ് ഗ്രോവിങ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന. ഓക്കെ, സോ ഗ്രോ ആസ് വെൽ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഡിഫറൻസ് സോൾട്ട്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ അതിനെ എക്സ്പെരിമെൻറ്റ് വീണ്ടും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡേയും കൂടെ വെച്ചിട്ടൊക്കെ നോക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഓക്കെ, ദർ ഇസ് ഗ്രോ ആസ് വെൽ. അപ്പോൾ ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യും, വളർന്ന് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, അതിൻ്റെ സൈസ് കൂടുന്നതായിട്ട് തോന്നും. ആ ഒരു ഇതാണ് ഗ്രോവിങ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സാച്ചുറേറ്റഡ് solution, supersaturated solution, and also we have discussed about growing crystals, and in the next class we will learn more about this chapter. Now we can wind up. Assalamu Alaikum.